പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ സുള്ളിയ നഴ്സറിയിലാണ്. നമ്മൾ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ പറയുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ റബ്ബർ ഇപ്പം നടുന്ന സമയമാണ്. സമയം എന്ന് വെച്ചാൽ ലേറ്റായി. നമ്മൾ കുരു ഇപ്രാവശ്യം നമുക്ക് നാട്ടിൽ കിട്ടാത്തതിൻ്റെ പേരിൽ ആസാമിൽ നിന്നാണ് നമ്മൾ കുരു കിട്ടിയത്. ആ കുരു കൊണ്ടുവന്ന് നമ്മളിപ്പം കപ്പിൻ്റെ ഉള്ളിൽ മാറ്റി നട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യുന്ന കാര്യം ഇപ്പോൾ നമ്മൾ കാണിക്കുകയാണ്. ഇതാണ് നമ്മൾ ഇവിടെ റബ്ബർ കുരു കൊണ്ടുവന്നിട്ട് തവാരണയാക്കിയിട്ട് നമ്മൾ ഒരു 15 മണ്ണിന് തറനിരപ്പിൽ നിന്ന് ഒരു 15 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ തറ പൊക്കിയിട്ട് അതിൻ്റെ ആ മണ്ണിൻ്റെ അകത്തേക്ക് നമ്മൾ കുരു ഒരു നിരയായിട്ട് പാകി ആയിട്ടാണ് വെച്ചത്. ഒരു 2 ആഴ്ച 15 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് മുളയ്ക്കാൻ തുടങ്ങും. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം വെക്കേണ്ട സമയമായി. നമ്മുടെ ജോലിക്കാരുടെ അഭാവം കാരണം നമുക്ക് കുറച്ച് ലേറ്റായി. ഇപ്പം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണത്. ഇത് നമ്മൾ ഈ കുരു പാകുന്നതൊക്കെ നേരത്തെ നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളത് ശ്രദ്ധിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ഇവിടെ തൈ പറിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കപ്പിലേക്ക് നടുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ കപ്പ് നിരനിരയായിട്ട് 3 എണ്ണം, ഇത് 3 കപ്പ് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇടയ്ക്ക് ഗ്യാപ്പ് കൊടുത്തിട്ട് ഒരു 2 അടി മേലെ ഗ്യാപ്പ് കൊടുത്ത് ബെഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കാൻ സൗകര്യത്തിന് വേണ്ടി 2 അടി ഗ്യാപ്പ് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മളിവിടെ കപ്പ് കുറച്ച് ഒരു വിരൽ ഗ്യാപ്പിൽ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇത് നട്ടിരിക്കുന്നത്. കപ്പ് നിർത്തിയിരിക്കുന്നത് ബെഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെയാണ് തൈ വെക്കുന്നത്. ഇനി ഇത് നമ്മളൊരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പച്ചച്ചാണകം കലക്കി ഒഴിക്കും. അപ്പോഴത്തേക്ക് തൈക്ക് കരുത്ത് കൂടുതൽ കിട്ടും. പിന്നെ നമ്മൾ വളങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ വളർച്ച കിട്ടി നമ്മളൊരു 3 മാസം കൊണ്ട് ബെഡ് ചെയ്യാനുള്ള രീതിയിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പാകിയിട്ടുണ്ട്. അപ്പുറത്തെ ഭാഗത്തൊക്കെ തൈ പാകിയിരിക്കുന്നത് കാണാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ സ്ഥലങ്ങൾ കുറച്ച് കിടപ്പുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ എല്ലാം നേന്ത്രവാഴ വെച്ചിരുന്നു. അതെല്ലാം കൊല കൊത്തി തീരാനായി. ഇനി നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള പണികൾ നമ്മളിപ്പം ആരംഭിക്കുന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ വാഴ നിന്നതിൻ്റെ അതിൻ്റെ ചുവടെല്ലാം പറിച്ച് നമ്മൾ നീക്കം ചെയ്യണം. കാരണം ഇവിടെ ഈ മാണപ്പുഴുവിൻ്റെ ഉപദ്രവം ഉള്ളതുകൊണ്ട് നമ്മളത് പറിച്ച് കളഞ്ഞില്ലെങ്കിൽ വീണ്ടും ആ മണ്ണിലുണ്ടാവും. അതുകൊണ്ട് ഇതെല്ലാം നമ്മളിപ്പോൾ ഹിറ്റാച്ചി വെച്ച് ഇതെല്ലാം പറിച്ച് കളഞ്ഞ് ഇപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച ഇതിനെ കുമ്മായി വെക്കും. കുഴി കുത്തി കുമ്മായി വെക്കും അടുത്ത പുതിയതായിട്ട് വെക്കുന്നതിന് വേണ്ടി. അതാണ് ഇപ്പോൾ അടുത്ത പണിയൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇപ്പം ബെഡ്വിട്ടുണ്ട് അപ്പുറത്ത്. അങ്ങനെ ഓരോ പണികളൊക്കെ നമ്മളിനി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് പച്ചക്കറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ സുള്ളിയ ഈ ഭാഗത്തെ കുറച്ച് തണുപ്പ് കൂടി കാലാവസ്ഥയാണ്. നമുക്ക് പച്ചക്കറിയൊക്കെ ചെയ്യാൻ നല്ല ഒരു കാലാവസ്ഥയാണ്. അതൊക്കെ നമ്മൾ ഇതിൻ്റെ പുറകെ നിങ്ങൾ അതിൻ്റെ വീഡിയോ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇപ്പം കവുങ്ങിൻ്റെ ഇപ്പോൾ അടുത്ത ആഴ്ച മുതൽ നമ്മൾ അടയ്ക്കാൻ നിറയ്ക്കുന്നതായിരിക്കും. അതെല്ലാം നമ്മൾ പുറകെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.